പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി അമ്മ മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, യൗസപിതാവിന്റെ ശക്തമായ മധ്യസ്ഥം അനുഭവിച്ചുകൊണ്ട് ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വലുതാകത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ തിരുകുടുംബത്തിന്റെ ശക്തമായ സാന്നിധ്യ സംരക്ഷണത്തിന് നിറച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കൃപയുടെയും ഭവനങ്ങളാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൃപയുടെ നിറവിൽ ഞങ്ങളുടെ മക്കള് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പില് പ്രീതിയില് ഈശോയെ പോലെ വളരാനും കുടുംബത്തില് സമാധാനവും സന്തോഷവും നിലനിൽക്കുവാനും ഇടയാകട്ടെ. അതിനെല്ലാം വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവസ്വപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിന്റെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മാലാഖമാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ചും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 3 നിയോഗങ്ങൾ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധമ്മ മാതാവിലൂടെ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അത് നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് സ്വന്തമാക്കും. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം, എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് അമ്മ മാതാവ് കടന്നു വരികയും സ്വർഗം അമ്മയിലൂടെ ഒരു കുടുംബത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന കൃപകള്, അത്ഭുതങ്ങള് നമ്മളിന്ന് ധ്യാനിക്കണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഈ അഭിവാദനം ഇങ്ങനെയാണെന്ന് പറയാ, ശലോം എലിസബത്ത്. പ്രിയപ്പെട്ടവരെ, സമാധാനം, ശലോം, അഭിവാദനം ചെയ്തു. ആ അഭിവാദനം സ്വരം കേട്ടപ്പോൾ കണ്ടോ, അമ്മ മാതാവിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ. പരിശുദ്ധ അമ്മ ഏറ്റവും ആദ്യമായിട്ട് ചെയ്ത, അല്ലെങ്കിൽ അമ്മയിലൂടെ സ്വർഗം ചെയ്ത, ഈശോ ചെയ്ത വലിയ അത്ഭുതം, ആദ്യത്തെ അത്ഭുതം എന്താണ്? ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ, അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞപ്പോൾ, ഇതാ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. കൃപയുടെ മേഖലയിലുള്ള വലിയ അത്ഭുതം ഇവിടെ സംഭവിക്കുന്നു. മാത്രമല്ല, ആ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാനെ വിശുദ്ധീകരിക്കാൻ, അഭിഷേകം ചെയ്യാനും, ഉത്ഭവപാപമില്ലാതെ ജനിക്കാൻ വേണ്ടി വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് മനസ്സായത് അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ ആ കുഞ്ഞിലേക്ക് ആ കൃപ ചൊരിയപ്പെട്ടു. യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വിശുദ്ധീകരിക്കപ്പെട്ടു, അഭിഷേകം ചെയ്യപ്പെട്ടു. കുഞ്ഞ് ഉദരത്തിൽ കുതിച്ച് ചാടി. പ്രിയപ്പെട്ടവരെ, കൃപയുടെ വലിയ അത്ഭുതം സമാധാനമായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായി, വിശുദ്ധീകരണമായി, ശക്തീകരണമായി ആ കുടുംബത്തിൽ സംഭവിച്ചു. ആ സമയത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോ സഖറിയ, ഉമ്മനായിരിക്കുന്ന സഖറിയയുടെ അവസ്ഥയും മറ്റൊന്നുമില്ല. വലിയ അഭിഷേകത്താൽ നിറയപ്പെട്ട്, സന്തോഷത്താൽ നിറയപ്പെട്ട് ആ കുടുംബം അമ്മ മാതാവിന്റെ സാന്നിധ്യത്തില് വലിയ അഭിഷേകം, കൃപയുടെ നിറവ് പ്രാപിച്ചു. സമാധാനം നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു, സന്തോഷം നിറഞ്ഞു, ആത്മീയമായ ശക്തീകരണം നടന്നു, വിശുദ്ധീകരിക്കപ്പെട്ടു, പാപശക്തികൾ നിർവീര്യമാക്കപ്പെട്ടു. ആ കുടുംബം സമാധാനമുള്ള കൃപയുടെ ഭവനമായിട്ട് മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആദ്യമേ തുടങ്ങി പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ
അമ്മ മാതാവിന്റെ സാന്നിധ്യമാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ സാന്നിധ്യം നിറയുമ്പോൾ അന്ന് എലിസബത്തിന്റെ കുടുംബത്തില്, ജീവിതത്തില്, ഉദരത്തില് സംഭവിച്ച അതേ അത്ഭുതങ്ങൾ, അതേ കൃപയുടെ ശക്തി നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ മക്കളിലും, നമ്മുടെ കുടുംബാംഗങ്ങളിലും നിറയപ്പെടണം. അതിനുവേണ്ടി ഇന്ന് പ്രിയപ്പെട്ട മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. മാതാവേ, എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ആ കുടുംബത്തിൽ അങ്ങ് ചെയ്ത അത്ഭുതങ്ങള് മക്കൾ, ആ കുഞ്ഞില്, അതുകൊണ്ട് നമ്മുടെ മക്കളില്, ജീവിത പങ്കാളിയില്, വീട്ടില്, വ്യക്തി ജീവിതത്തില് വലിയ അഭിഷേകം ഇന്ന് സംഭവിക്കണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ ജപമാല ചൊല്ലി ഇന്ന് പ്രാർത്ഥിക്കുക, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ അമ്മ മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് സന്തോഷത്താൽ കുതിച്ച് ചാടണം. ഇന്ന് സന്തോഷമില്ലാത്ത മക്കള് ഒത്തിരി രോഗത്തില്, ഡിപ്രഷനില്, തെറ്റായ സ്നേഹബന്ധത്തില്, കൂട്ടുകെട്ടില്, ഒത്തിരിയേറെ ജടിക പാപങ്ങളില്, സന്തോഷമില്ല, ഭയം, ഉത്കണ്ഠ, പരാജയം, ഇതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മക്കള് നമ്മുടെ അമ്മയുടെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് സന്തോഷത്താൽ കുതിച്ചാടി യഥാർത്ഥമായി വിശുദ്ധീകരണം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മക്കളിലേക്ക് ഈ അഭിഷേകം നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ സന്തോഷം കൊണ്ട് നിറയും. അവർ പഠിക്കും, തെറ്റായത് വിട്ടുപേക്ഷിക്കും, ലഹരി വിട്ടുപേക്ഷിക്കും, അനുസരിക്കാൻ തുടങ്ങും. വലിയ അഭിഷേകം, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല്, മാതാവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട കൃപയുടെ അത്ഭുതത്താല് നമ്മുടെ മക്കളില്, ജീവിത പങ്കാളിയില്, കുടുംബത്തില്, നമ്മിലും സംഭവിക്കും. ഈ ഒരു വലിയൊരു നിയോഗത്തിന് വേണ്ടി ഇന്ന ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ദിവ്യകാല സ്ഥാനത്തിൽ അല്പസമയം അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ ഒത്തിരിയേറെ പേരാണ് അച്ഛനെ വിളിക്കുന്നത്. കുറെ പേര് കാണാൻ വേണ്ടി വിളിക്കും, കുറെ പേർക്ക് വിശേഷം പറഞ്ഞു കേൾപ്പിക്കണം. പാവപ്പെട്ട മക്കളുടെ അവസ്ഥ, തെറ്റിപ്പോയ മക്കള്, മുസ്ലിമിന്റെ പിന്നാലെ പോയ മോള്, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠനം മുടങ്ങിപ്പോയ മക്കള്, വിദേശത്ത് പോയിട്ട് പലരും കൂടെ ഒരുമിച്ച് ലിവിങ് ടുഗദർ ജീവിക്കുന്ന മക്കള്, ഡ്രഗ് അഡിക്റ്റായി പോയ മക്കള്, അനുസരണമില്ലാതെ പടിയിറങ്ങി പോണ മക്കള്, വീട്ടിൽ വരാൻ താല്പര്യമില്ലാത്ത മക്കള്, പഠിക്കാൻ മനസ്സിലാത്ത മക്കള്, ഡിപ്രഷനിൽപ്പെട്ട് ആത്മഹത്യ ചിന്തയുള്ള മക്കള്. പ്രിയപ്പെട്ട മക്കളെ, തലയ്ക്ക് ഭാരം വരുന്ന രീതിയിൽ ഒത്തിരിയേറെ നിയോഗങ്ങൾക്ക് വേണ്ടി കരഞ്ഞു വിളിക്കുന്ന, കരഞ്ഞ് മെസ്സേജ് വിടുന്ന കുറെ പേരെങ്കിലൊക്കെ അച്ഛൻ ഇപ്പോൾ വരാനും കാണാനൊക്കെ എന്താ പറയാ സമ്മതിക്കുന്നുണ്ട്. സമ്മതിക്കാൻ പറ്റാഞ്ഞിട്ടാണ് സമ്മതിക്കാഞ്ഞോ. എന്നാലും കുറെ പേരെ കാണുന്നുണ്ട്. സങ്കടം വരും. ചില മക്കള്, നമ്മുടെ മക്കള് തെറ്റിപ്പോയ മക്കൾ, ഒത്തിരി സംഭവങ്ങളാണ്. ഒത്തിരി വേദനയോട് കൂടി പറയണം. മക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനെ പഠന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ കൂടെ നിർത്തി കൃപയാൽ നിറഞ്ഞ്, അഭിഷേകത്താൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ നിറഞ്ഞ് നമ്മുടെ മക്കൾ ജീവിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്കിന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായി പ്രാർത്ഥിക്കണേ മക്കളെ. നിങ്ങളുടെ വേദന ഓർക്കുമ്പോ, കുടുംബത്തെ നൊമ്പരം ഓർക്കുമ്പോ, എല്ലാം നഷ്ടപ്പെട്ടു പോയ മക്കളെ ഓർക്കുമ്പോ, കെണിപ്പെട്ട് കിടക്കുന്ന മക്കളെ ഓർക്കുമ്പോ, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അടിമപ്പെട്ടു പോയ മക്കളെ ഓർക്കുമ്പോ ഒത്തിരി സങ്കടമുണ്ട്. ആ സങ്കടങ്ങളൊക്കെ ഏറ്റെടുത്ത് കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ഇടപെടും. അമ്മ മാതാവിന്റെ സാന്നിധ്യം സന്തോഷത്തിലേക്ക് നയിക്കും, അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. സ്വയം മക്കള് എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, അവരുടെ വീട്ടിലേക്ക്, വാഹനത്തിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, ഇവിടെ ജീവിതത്തിലേക്ക് ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും നിയോഗങ്ങളിലേക്കും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി നിറയപ്പെടാൻ കർത്താവെ അങ്ങയുടെ ആക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോ അമ്മയുടെ ഉദരത്തില് അങ്ങ് ഉണ്ടായിരുന്നു, അമ്മയുടെ കൂടെ അങ്ങുണ്ടായിരുന്നു. അങ്ങയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വേർതിരിക്കാൻ പറ്റാത്ത സാന്നിധ്യമാണല്ലോ ഈശോയെ.
അമ്മയെ നൽകി, അമ്മയിലൂടെ അങ്ങയെ തന്നെ നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ സംഭവിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് നിറയണം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ച്, അങ്ങയുടെ കൃപയാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങളുടെ മക്കളിലേക്ക്, യോഹന്നാനിലേക്ക് കടന്നു വന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നിറയപ്പെടട്ടെ കർത്താവീന്ന്. ഞങ്ങളുടെ മക്കള് യഥാർത്ഥമായ സന്തോഷത്താല് നിറയപ്പെടട്ടെ. ലോകാരൂപിയുടെ സന്തോഷമല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ യോഹന്നാൻ സന്തോഷത്തോടെ കുതിച്ചാടിയ പോലെ ഇന്നേ ദിനത്തിലും ഞങ്ങളുടെ മക്കള് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷത്താല് കുതിച്ചു ചാടുവാൻ ഈശോയെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ മക്കള് പല പല സന്തോഷത്തിന്റെ പിന്നാലെ പോണു. പാവപ്പെട്ട മക്കള് വിചാരിക്കാണ് അതിന്റെ ഇതിന്റെ പിന്നാലെ പോയാൽ സന്തോഷം കിട്ടുന്നു. എന്നാൽ സന്തോഷം എവിടുന്നാ കിട്ടുന്ന മക്കളെ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വലിയ അഭിഷേകത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. സന്തോഷമില്ലാതെ പോയാൽ മറ്റു സന്തോഷത്തിന്റെ പിന്നാലെ പോയി നമ്മുടെ മക്കളൊക്കെ നശിക്കും. കൂട്ടുകെട്ട്, മദ്യപാനം, ഡ്രഗ്, ഗെയിമുകള്, സിനിമകള്, കറങ്ങാൻ പോക്ക്, തിന്നാൻ പോക്ക്, അതിന്റെ പിന്നാലെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്കും മാതാവിന്റെ സാന്നിധ്യവും അങ്ങയുടെ സാന്നിധ്യവും നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ ഓരോ അവസ്ഥയിലും കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ, അമ്മ മാതാവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സമാധാനം അനുഭവിക്കും, സന്തോഷം നിറയും, ശുദ്ധീകരിക്കപ്പെടും. കർത്താവേ, ഈ അഭിഷേകത്തിന് വേണ്ടി നിങ്ങളുടെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇവരുടെ പ്രിയപ്പെട്ട മക്കളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും ഈ വലിയ അനുഗ്രഹം നൽകണമേ. എലിസബത്തിന്റെ വീട്ടിൽ സംഭവിച്ച അതേ അത്ഭുതങ്ങൾ, കൃപയുടെ അത്ഭുതങ്ങൾ മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും ജീവിത പങ്കാളിയിലും സംഭവിക്കട്ടെ. പ്രാർത്ഥനയോടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ ദിവ്യവരങ്ങൾ ചിന്തിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.